അപ്പോൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ പ്രതികരിക്കുന്നവരായിരിക്കണം. വചനത്തോട് നമ്മൾ തിരികെ പ്രതികരിക്കണം. ഹല്ലേലൂയ. വചനം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അത് ഞാൻ ഏറ്റെടുക്കണം. എൻ്റെ ദേഹം, ദേഹി, ആത്മമണ്ഡലത്തിൽ അതൊരു സൗഖ്യമായി മാറണം. എൻ്റെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകണം. എൻ്റെ ജീവിതം രൂപാന്തരപ്പെടണം. ഇരുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ ജീവിതം മുഴുവനും മാറണം. ക്രിസ്തുവിന് വേണ്ടി ഞാൻ പ്രകാശിക്കുന്നവളായി മാറണം. എൻ്റെ ഉള്ളിലേക്ക് ആ പ്രകാശം വരുംതോറും ഞാൻ പ്രകാശം നിറഞ്ഞ് 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 തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടാൻ എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചിരിക്കുന്നത്. ലോകത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്ന വിഷയമാണെന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നിറയ്ക്കേണ്ടത് ദൈവത്തിൻ്റെ ജ്ഞാനമായിരിക്കണം, ലോകത്തിൻ്റെ ജ്ഞാനമല്ലെന്നും. എന്താണ് ലോകത്തിൻ്റെ ജ്ഞാനമെന്നും എന്താണ് ദൈവത്തിൻ്റെ ജ്ഞാനമെന്നും ദൈവത്തിൻ്റെ ജ്ഞാനം എങ്ങനെ നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ പ്രാപിക്കാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് പരിശുദ്ധാത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. വചനം ഇടാൻ മുന്നേ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 2-ാം വാക്യം. സിസ്റ്റർ വിചാരിക്കണേ അറിയാവുന്ന വാക്യം, അറിയാവുന്ന വാക്യം വായിച്ചു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 11:2. അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. പരിശുദ്ധാത്മാവ് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറയുമ്പോൾ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. The Spirit of the Lord shall rest upon him, the Spirit of wisdom and understanding. Spirit of wisdom and understanding എന്ന് പറഞ്ഞാൽ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്. നമുക്ക് ജ്ഞാനവും ദൈവിക വിവേകവും തരാൻ കഴിയുന്ന ആത്മാവ്. പിന്നെ എന്തൊക്കെയാ? ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ആൻഡ് മൈറ്റ്. ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെ ആത്മാവ്. ഒരുവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നീ ഭക്തിയോടെ നടക്കടാ, നീ നന്നായിട്ട് നടക്ക് എന്ന് പറയണ്ട. ഇത് മനസ്സിലാവുന്നുണ്ടോ? നീ നേരെ ചൊവ്വയൊന്ന് ജീവിക്കുക, ഇങ്ങനെ നടക്കണ്ട, ഇങ്ങനല്ല ജീവിക്കേണ്ടത് എന്ന് പറയണ്ട. ആര് വന്നാൽ? പരിശുദ്ധാത്മാവ് വന്നാൽ. നിനക്ക് ജ്ഞാനമില്ലേ, ദൈവികമായ വിവേകമില്ലേ? പറയണ്ട. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്നാൽ അത് വരും. പക്ഷെ പലർക്കും അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ദൈവിക ജ്ഞാനം, ദൈവികമായ വിവേകം, ദൈവികമായ ആലോചനകൾ, ഹല്ലേലൂയ, ഞാൻ നിങ്ങൾക്ക് ഈ പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ബലം, പരിജ്ഞാനം, യഹോവ ഭക്തി, ഇത്രയും നിങ്ങൾക്കുള്ളിൽ ഉണ്ടാവും. ഇത് ഉണ്ടാകടാ എന്ന് പറയണ്ട എന്നായി പറഞ്ഞു. നിങ്ങളുടെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിച്ചാൽ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ നമ്മൾ ദേവാലയത്തിനകത്തോട് നോക്കിയാൽ, പഴയകാല ദേവാലയത്തിനകത്തോട് നോക്കിയാൽ അവിടെ മെനോറ അല്ലെങ്കിൽ ഒരു ലാമ്പ് സ്റ്റാൻഡ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. ഇതാണ് പഴയ നിയമകാലത്തൊക്കെ കൂടാരത്തിലും പിന്നെ ദേവാലയത്തിലും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് ഹോളി സ്പിരിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നാണ്. ഹല്ലേലൂയ. ദൈവികമായ ജ്ഞാനം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വെറുതെ ഒരു തീ ഇറങ്ങി വന്നു എന്നല്ല അർത്ഥം. ജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങി വന്നു എന്നാണ്. ഹല്ലേലൂയ. നമുക്കൊരു പ്രകാശത്തെ എടുത്താൽ നമുക്ക് 7 വർണ്ണങ്ങൾ അതിനകത്ത് കാണാൻ പറ്റും അല്ലേ? ബട്ട് ഒരു കളറേ ഉള്ളൂ. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോൾ എത്ര കളറേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. ശരിയല്ലേ? പ്രകാശത്തിൽ 7 ഘടകവർണ്ണങ്ങളുള്ളതുപോലെ ദൈവത്തിൻ്റെ ആത്മാവിനകത്ത് ഇത് കൂടിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ ഇത് വെളിപ്പെട്ട് വരുമ്പോൾ എത്രയാണ്? ഒന്നേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോണ്ടോ? ഇത് കിട്ടിയാൽ മതി. ഓക്കെ കുഞ്ഞെ, അതവർക്ക് മനസ്സിലായിട്ടുണ്ട്. അത് മാറ്റിക്കും. ഇനി സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 4:10 എടുത്തേ. സഖരിയ പ്രവാചകൻ്റെ പുസ്തകം 4:10. യഹോവയുടെ ആത്മാക്കളായ 7 സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന ഈ 7 കണ്ണ് മതി. അപ്പോൾ ചിലയിടങ്ങളിൽ ഈ പരിശുദ്ധാത്മാവിനെ കണ്ണുകളായിട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നു. 7 കണ്ണ്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന 7 കണ്ണ്. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു കുഞ്ഞാടിനെ നമ്മൾ കാണുമ്പോൾ 7 കൊമ്പുകളും
7 കണ്ണുകളുമുള്ള ഒരു കുഞ്ഞാടിനെ ഞാനിവിടെ കാണിച്ചു തരുന്നെന്ന് തോന്നുന്നു. കണ്ടില്ലേ? ഇതെല്ലാം പരിശുദ്ധാത്മാവിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. 7 സ്പിരിറ്റ്സ് ഓഫ് ഗോഡ്. നിങ്ങളിത് മനസ്സിലാക്കാനാണ്. ഹല്ലേലൂയ. ഇതൊന്നും എങ്ങും നിങ്ങൾ പോയാൽ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിചാരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ 7 കണ്ണുകളെന്ന്, 7 കൊമ്പുകളെന്ന്, 7 വിളക്കുകൾ എന്നെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പരിശുദ്ധാത്മാവാണ് എന്നുള്ളൊരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിരിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവ്. അപ്പോൾ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജ്ഞാനം എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ വ്യക്തികളുടെ ഉള്ളിലും ഈ ജ്ഞാനം ഇറങ്ങി നിപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിലും എൻ്റെ ഉള്ളിലും പരിശുദ്ധാത്മാവ് വന്നെങ്കിൽ ദൈവത്തിൻ്റെ ജ്ഞാനവും വന്നു. പക്ഷേ ഇന്ന് മനുഷ്യർക്ക് പറ്റിയത് ലോകത്തിൻ്റെ ജ്ഞാനത്താൽ അവർ മൂടപ്പെട്ടു പോയതുകൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്താണ് പറ്റിയത്? ലോകത്തിൻ്റെ ജ്ഞാനം അവർ ശ്രേഷ്ഠത എന്ന് എണ്ണുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തെ തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നമ്മളെപ്പറ്റി ദൈവാത്മാവ് ആഗ്രഹിക്കുന്നത് ലോകത്തിൻ്റെ ജ്ഞാനം അറിയണമെന്നല്ല, ദൈവം നൽകുന്നത് അറിയാനായി ദൈവത്തിൻ്റെ ജ്ഞാനം പ്രാപിക്കണമെന്ന്. ഹല്ലേലൂയ. ദൈവമക്കൾ ദൈവിക ജ്ഞാനം പ്രാപിക്കേണ്ടവരാണ്. ഈ ലോകത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഈ ലോകത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുമ്പോൾ? ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ, പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ അല്ലേ? നമ്മൾ MBBS പഠിക്കുന്നു, എൻജിനീയറിങ്ങിന് പഠിക്കുന്നു അല്ലേ? ഇനി റോക്കറ്റ് ഉണ്ടാക്കാൻ വേണമെങ്കിൽ പഠിക്കാം നിങ്ങൾക്ക് അല്ലേ? അതെല്ലാം ഈ ഭൂമിയിലെ ജ്ഞാനമാണ്. ഈ ഭൂമിയിൽ നമ്മൾ ആർജിച്ച്, ഈ ഭൂമിയിൽ നമുക്ക് വേണ്ട ഒരു വരുമാനത്തിന് വേണ്ടി അത് ഉപയോഗിച്ച് ഈ ഭൂമിയിൽ അവസാനിപ്പിക്കുന്ന ജ്ഞാനമാണ് ലോകത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. നിങ്ങൾ റോക്കറ്റ് ഉണ്ടാക്കുന്ന ജ്ഞാനവും കൊണ്ട് സ്വർഗത്തിൽ പോയാൽ അവിടെ എന്തെങ്കിലും കാര്യമുണ്ടോ? അവിടെ റോക്കറ്റ് ഉണ്ടാക്കണം? വേണ്ടല്ലോ. അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന അടിസ്ഥാന വിദ്യാഭ്യാസം മുതൽ ആ ഈ ഊ ഇതെല്ലാം വേണ്ടതല്ല, ഇത് മുഴുവൻ തുടങ്ങി അവരെ നമ്മൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവൻ ലോകത്തിൻ്റെ ജ്ഞാനമാണല്ലേ? ആണോ അല്ലയോ? ആണ്. പക്ഷെ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാവുന്നു എന്ന് നമ്മൾ എല്ലാ അധ്യയന വർഷം തുടങ്ങുമ്പോഴും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അല്ലേ? യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. അത് ഏത് ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്? അവർ പഠിക്കുന്ന ഊവിൻ്റെ ആരംഭമാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ ആരംഭം. യഹോവ ഭക്തി ഒരുവൻ്റെ ഉള്ളിലുണ്ടായാൽ ദൈവിക ജ്ഞാനം അവനിൽ തുറന്നു വരും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജ്ഞാനവും ലോകത്തിൻ്റെ ജ്ഞാനവും വ്യത്യസ്തമാണ്. ദൈവം ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തെ ഭോഷത്വമായി കാണുന്നു. എങ്ങനെ കാണുന്നു? ഫൂളിഷ്നെസ് എന്ന് പറയുന്നത്. സത്യം വചനത്തിൽ എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. എന്ന് നമുക്കൊന്ന് വായിച്ചാലോ? 1 കൊരിന്ത്യർ 1:19 വായിച്ചു നോക്കിയേ. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിൻ്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ള മുഴുവൻ ജ്ഞാനവും കൂടി നിങ്ങൾ പഠിച്ചുകൊണ്ട് വന്ന് കർത്താവിനെ മനസ്സിലാക്കാൻ നിന്നാൽ മനസ്സിലാകത്തില്ലെന്നാ. ഹല്ലേലൂയ. ഈ ലോകത്തിൽ നമ്മൾ ഒത്തിരി പഠിക്കുന്നത് കൊണ്ട് നമുക്ക് ഹെഡ് നോളജ് ഉണ്ടാകും, പക്ഷേ എന്തുണ്ടാകുന്നില്ല? സ്പിരിറ്റ് നോളജ് ഉണ്ടാകുന്നില്ല. ഹെഡ് നോളജ് ഉണ്ടാക്കാൻ ഈ ലോകത്തിലെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാം, ബുക്കുകൾ വായിക്കാം, പലതും കണ്ടുപിടിക്കാം, നമ്മുടെ ബുദ്ധിയെ വികസിപ്പിച്ച് കൊണ്ടുവരാം. എന്നാൽ ദൈവത്തെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി തരണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. ഈ ലോകത്തിലെ ജ്ഞാനിയെ വിളിച്ചുകൊണ്ടുവന്ന് പരിശുദ്ധാത്മാവിനെ പറ്റി പറഞ്ഞു തരുമോ? ഈ ലോകത്തിൽ ഡിബേറ്റ് ചെയ്യുന്ന ധാരാളം പേരുണ്ട്. ദൈവമുണ്ട്, ദൈവമില്ല. നിരീശ്വരവാദികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുവാണ്. അവരെ വിളിച്ചുകൊണ്ട് വന്നിട്ട് യേശുവിനെ പറ്റി പറഞ്ഞു തരാൻ പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു തരാൻ കഴിയുമോ? ഇല്ല. എത്ര വലിയ ജ്ഞാനി ആയിക്കോട്ടെ, അവർക്ക് ദൈവത്തെ അറിയാൻ കഴിയുകയില്ല. ഇന്ന് ധാരാളം സയൻറ്റിസ്റ്റുകൾ ദൈവമില്ലെന്ന് പറയുന്നവരാണ് കൂടുതലും സയൻറ്റിസ്റ്റുമാർ. കാരണം
ഇവരെ കണ്ടുപിടിച്ച് ദൈവമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാണ്? ഈ ലോകത്തിൻ്റെ ജ്ഞാനം അവരുടെ കണ്ണുകളെ കുരുടാക്കി കളഞ്ഞതുകൊണ്ട് ദൈവം എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. എന്നാൽ ചിലർ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നു ഇതിൻ്റെ എല്ലാം പിന്നിലൊരു ദൈവം ഉണ്ടെന്ന്. എത്ര ശാസ്ത്രജ്ഞന്മാരാ കർത്താവിനെ അറിഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? അല്ലേ? ഒരു കണ്ടുപിടുത്തങ്ങൾ നടത്തി മുകളിലേക്ക് ചെന്ന് കയറുമ്പോൾ എല്ലാത്തിൻ്റെയും പിന്നിലൊരു സൃഷ്ടാവുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ആ കൊടുക്കുന്ന റെവലേഷനായിട്ട് സ്തോത്രം. എത്ര പേരാ അവർ സുവിശേഷം പറയുന്നവരായി തീർന്നിട്ടുള്ളത്? അങ്ങനെയുണ്ട്, ധാരാളം പേരുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ലോകത്തിൻ്റെ ജ്ഞാനം ഒരുവനെ മൂടപ്പെട്ടു പോയാൽ കണ്ണുകളിലൂടെ ലഭിക്കുന്നത്, ചെവിയിലൂടെ കേൾക്കുന്നത്, അല്ലേ, നമ്മുടെ പുറത്തു നിന്ന് നമുക്ക് അറിയുന്നതെല്ലാം നമ്മുടെ ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം നമുക്ക് പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ കേട്ടതുകൊണ്ടോ കാര്യങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി പഠിച്ചതുകൊണ്ടോ അല്ല, നമ്മുടെ ഡിവൈൻ പേഴ്സണൽ എൻകൗണ്ടർ കൊണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം കൊണ്ട് അനുഭവിച്ചറിയേണ്ട ഒരാളാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. അത് പുറത്തു നിന്ന് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിലല്ല കാര്യം, നമ്മുടെ ജീവിതത്താൽ നമ്മളത് അനുഭവിക്കണം. ദൈവത്തിൻ്റെ ജ്ഞാനം ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ അങ്ങനെ അത് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം വലുതാ സഹോദരങ്ങളെ. ഹല്ലേലൂയ, അത് വലുതാ. കർത്താവ് ചോദിക്കുക, ഞാൻ എവിടെ, ശാസ്ത്രം എവിടെ, അവനെയൊക്കെ വിളിച്ചിട്ട് വാ. ഹല്ലേലൂയ. അവനെ കൊണ്ട് ആർക്കെങ്കിലും ഇതൊക്കെ തെളിയിച്ചു തരാൻ കഴിയോ? ഒരിക്കലും കഴിയുകയില്ല. അന്ന് യേശു വന്ന സമയത്ത് എത്രയോ ജ്ഞാനികൾ ഉണ്ടായിരുന്നല്ലേ, എത്രയോ ജ്ഞാനികൾ, എത്രയോ വിവേകികൾ, മതപണ്ഡിതന്മാർ. ഇവരെല്ലാം യേശുവിനോടൊന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു, നീ ഇപ്പോൾ ദൈവപുത്രനാണെങ്കിൽ ആകാശത്തിൽ നിന്ന് അടയാളം കൊണ്ട് കാണിക്കും, ദൈവപുത്രനാണെങ്കിൽ അത് ചെയ്യേ ഇത് ചെയ്യേ. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് യേശുവിനെ കണ്ടിട്ട് വിശ്വസിക്കാനായി കഴിഞ്ഞില്ല. അതിൻ്റെ കാരണവും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം അവർക്ക് അടഞ്ഞ കണ്ണങ്ങ് കൊടുത്തുന്ന, ഒരിക്കലും മനസ്സിലാകത്തില്ല. നോയിക്കേ, അതാണ് യെശയ്യാപ്രവാചകൻ പറയുവാണ്, ഞാൻ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു, ദൈവത്തിൻ്റെ ഭുജമായ യേശുക്രിസ്തു ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ആർക്കത് മനസ്സിലായി? അല്ലേ, ആർക്കത് മനസ്സിലായി? അവരുടെ മുൻപാകെ വളർന്നു. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നതിനെ പോലെ അവരുടെ മുൻപാകെ ജീവിച്ചു. കോമളത്വമില്ല, രൂപഗുണമില്ല, കണ്ടാൽ പറയത്തക്ക സൗന്ദര്യവുമില്ല. ഹല്ലേലൂയ. തേജോമയനായ ദൈവം മനുഷ്യരിൽ ഒരാളായി ഇറങ്ങി വന്നപ്പോൾ, ഹല്ലേലൂയ, ആഗ്രഹിക്കത്തക്ക ഒരു സൗന്ദര്യം ദൈവത്തിൽ ഇല്ലായിരുന്നെന്നാ പറഞ്ഞു. അവൻ രോഗം ശീലിച്ചിരുന്നു, അങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലേ. രോഗം ശീലിച്ചു, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു. വ്യസനപാത്രമായി രോഗം ശീലിച്ചവനായി നമുക്ക് വേണ്ടി കർത്താവ് താഴേക്ക് ഇറങ്ങി വന്നു. അല്ലെ, പക്ഷേ അതെ, വഹിച്ചു എന്ന് വിചാരിച്ചു. ഹല്ലേലൂയ. പാപങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. അവന്റെ മേലെ അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവന്റെ മേലായി. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അതൊക്കെ കർത്താവ് ഈ ഭൂമിയിലോട്ട് വന്നിട്ട് സ്വന്തമായവരുടെ ഇടയിലോട്ട് താൻ ഇറങ്ങി വന്നിട്ട് കർത്താവിനെ മനസ്സിലായില്ല. സ്വന്തം മക്കളുടെ അടുക്കലേക്ക് ഇറങ്ങി വന്നിട്ട് മനസ്സിലായില്ല. എന്തോ പറ്റി? ജ്ഞാനം കയറി തലയ്ക്ക് പിടിച്ചതാ. വചനം മുഴുവൻ അവർക്കറിയാം, പക്ഷെ അതിലുള്ള മശിഹായെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. ന്യായപ്രമാണം മുഴുവൻ പഠിച്ചവരും ബൈബിൾ മുഴുവൻ പഠിച്ചവർക്കും ഇന്ന് പലർക്കും പരിശുദ്ധാത്മാവ് ആരാണെന്ന് അറിയില്ല. ആ സ്വരം അറിയത്തില്ല, ആ ശബ്ദം കേൾക്കില്ല, യേശു ആരാണെന്ന് അറിയത്തില്ല. അവർ തലയിലെ നോളജ് വെച്ചിട്ട് ഹെഡ് നോളജ് വെച്ച് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കിയ ഒരു പരമ്പരയുടെ ഘോഷയാത്രയൊന്നുമല്ല. നമ്മൾ ആത്മാവിൽ ദൈവത്തെ അറിയുന്നത് വഴിയാണ് അത് ലഭിക്കുന്നത്. ഹല്ലേലൂയ. ദൈവം നിങ്ങൾക്കും എനിക്കും പകർന്നു തരാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണെന്നാണ് പറയുന്നത്. അപ്പം നാളെ മുതൽ പിള്ളേരെ പഠിപ്പിക്കുന്നില്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്.
അവർക്ക് അത്യാവശ്യം അടിസ്ഥാന വിദ്യാഭ്യാസം എല്ലാം കൊടുക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളത് കൊടുക്കുക. ഹല്ലേലൂയ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊന്നുമല്ല. നമ്മൾ ദൈവിക വിഷയത്തിൽ സമ്പന്നതയിലേക്ക് വരണമെന്നുള്ളതാണ്. എങ്ങനെയാണ്? ദൈവിക വിഷയത്തിൽ സമ്പന്നതയിലേക്ക് വരണം. ഹല്ലേലൂയ. ആത്മാവിൽ എനിക്കൊരു ദാരിദ്ര്യം ഫീൽ ചെയ്യണം, ഇനിയും അറിയണം, ഇനിയും അറിയണം, ഇനിയും അറിയണം എന്നുള്ളൊരു ആഗ്രഹം. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടാ? എപ്പോഴും ഇനിയും വേണമെന്നുള്ളൊരു തോന്നലല്ലേ നമുക്ക്. ഇനിയും ആഴത്തിൽ എൻ്റെ യേശുവിനെ അറിയണം, എനിക്ക് ആഴത്തിൽ യേശുവിനോട് അടുക്കണം, പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കണം, എനിക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിൽ ദാരിദ്ര്യം ഉണ്ടെന്നർത്ഥം. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും വേണമെന്നുള്ള ഒരു മോഹം നമ്മുടെ ഹൃദയത്തിനകത്ത് ഉദിച്ചു വന്നുകൊണ്ടേയിരിക്കും. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻഹിതങ്ങൾ ചെയ്യുവാൻ. ആരെല്ലാം തള്ളിയാൽ ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം ചെയ്തിടാൻ കൊതിയാണപ്പാ. ആരെല്ലാം തള്ളിയാലും ഏകനാകും അവസ്ഥയിൽ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്നിഷ്ടം ചെയ്തിടാൻ കൊതിയാണപ്പാ, കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. പാടാമോ? ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് പറഞ്ഞേ, കൊതിയാണെന്ന് പറഞ്ഞേ കർത്താവിനോട്. എത്ര പേർക്ക് ആ കൊതിയുണ്ട്? കൊതിയുള്ളവർ മാത്രം പറഞ്ഞാൽ മതി, അല്ലാത്തവരൊന്നും പറയണ്ട. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ സാന്നിധ്യത്തിൽ മറയാ. കൊതിയാണപ്പാ, കൊതിയാണപ്പാ നിൻ ഹിതങ്ങൾ ചെയ്യുവാൻ. ആരെല്ലാം തള്ളിയാലും, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും ഒറ്റപ്പെട്ടു പോയാലും ആ സാന്നിധ്യത്തിൽ മറഞ്ഞു നിന്ന് ദൈവ ഇഷ്ടം ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുക്കാണോ? നിങ്ങൾ ഒരുക്കാണോ? ഹല്ലേലൂയ. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും ദൈവ ഇഷ്ടം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമാണോ? 1 2 3 4 5 ആ മതി. ഹല്ലേലൂയ. ഞാനും കൂടെ ഉണ്ട്. ഹല്ലേലൂയ. എന്തെല്ലാം ഉണ്ടായാലും അപ്പനെ വിട്ട് മാറുകയില്ല. ഹല്ലേലൂയ. എന്തെല്ലാം പ്രശ്നം ഉണ്ടായാലും അപ്പനെ വിട്ട് പോവുകയില്ല. ആദ്യം പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളാനാ പിശാച് നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിനകത്ത് എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ദൈവം എന്നെ ഇങ്ങനെ ആക്കി,
എൻ്റെ ജീവിതത്തിൽ ഇത്രയും കഷ്ടത തന്നത് ദൈവമാണ്. ഞാൻ ഇത്രയും ആരാധിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ കഷ്ടത വന്നല്ലോ. ഇനി ഞാൻ ശുശ്രൂഷിക്കുന്നില്ല, ഇനി ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല, ഇനി ഞാൻ ആരാധിക്കുന്നില്ല, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. ഇപ്പം നിങ്ങളുടെ മനസ്സിനെ ആര് പിടിച്ചു? പിശാച് പിടിച്ചു. മനസ്സിലാവുന്നുണ്ടോ? അവിടെയാണ് പിശാചിൻ്റെ പിടി വീഴുന്നത്. അല്ലാതെ അവൻ ഫ്രണ്ടി വന്ന് കൊമ്പ് വെച്ച് പേടിപ്പിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുക. ഇങ്ങനെ നിങ്ങളെ ദൈവത്തിനെതിരായി തിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പരീക്ഷകളെ അതിജീവിക്കാൻ നിങ്ങൾക്ക് ശക്തിയില്ലാതാവുകയും നിങ്ങൾ വീണു പോവുകയും ചെയ്യുന്നു. ആരെല്ലാം തള്ളിയാലും, ഏകനായി പോയാലും വിളിച്ചവൻ വിശ്വസ്തനെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തന. എൻ്റെ വേലയുടെ ആധാരം എൻ്റെ യേശുവാന്ന്. ഹല്ലേലൂയ. ഞാനിവിടെ നിൽക്കുന്നത് കർത്താവ് വിളിച്ചിട്ടാ. നിങ്ങളിവിടെ ഇരിക്കുന്നത് യേശു വിളിച്ചിട്ടാ. നിങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളും ബന്ധുക്കളും വിളിച്ചിട്ടല്ല നിങ്ങൾ ഇറങ്ങി തിരിച്ചത്. ശരിയാണോ അല്ലയോ? പിന്നെന്താ മക്കളുടെ പ്രശ്നം വരുമ്പോൾ തിരിഞ്ഞു പോകുന്നത്? പിന്നെന്താ ജീവിത പങ്കാളിയുടെ വിഷയം വരുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു പോകുന്നത്? അവരാണോ നിങ്ങളെ വിളിച്ചത്? അവരാണോ നിങ്ങളെ വിളിച്ചിറക്കിയത്? നിങ്ങൾക്കൊരു ജോലി കിട്ടാതെ വരുമ്പോൾ, സാമ്പത്തിക നഷ്ടമാകുമ്പോൾ എന്താ പിന്നിലോട്ട് പോകുന്നത്? സാമ്പത്തികം കണ്ടിട്ടാണോ നിങ്ങൾ യേശുവിനെ അറിയാൻ ശ്രമിച്ചത്? അല്ലല്ലോ. കർത്താവ് തിരഞ്ഞെടുത്തതല്ലേ നമ്മളെ, കർത്താവ് വിളിച്ചതല്ലേ നമ്മളെ. എന്തുകൊണ്ട് വേറെ പ്രശ്നങ്ങൾ പറഞ്ഞ് നമ്മൾ പിന്നിലോട്ട് പോകുന്നു? അത് പിശാചിൻ്റെ കൈകടത്തലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ വിളിച്ചത് നിത്യജീവൻ തന്ന് എന്നേക്കും ആ ലോകത്തേക്ക് കൊണ്ടുപോകാനാ, അടുത്ത ഭൂമിയുടെ ഭരണാധികാരികളാക്കാനാ. മനസ്സിലാവുന്നുണ്ടോ? എന്നെ നിങ്ങളെ ദൈവം വിളിച്ചിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു വീക്ഷണകോണിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണാനായിട്ട് ശ്രമിക്കരുത്. ഹല്ലേലൂയ. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ലോകത്തിൻ്റെ ജ്ഞാനം വിട്ടിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലേക്ക് വരണം. ദൈവത്തിൻ്റെ ജ്ഞാനം ഒരുവനിൽ ഉണ്ടായാൽ നിങ്ങളുടെ കണ്ണ് പ്രകാശിതമായി മാറും. ഹല്ലേലൂയ. നിങ്ങൾ കാണുന്നതെല്ലാം ഭൂമിയിലെ കണ്ണുകൊണ്ടല്ല പിന്നെ നിങ്ങൾ കാണുന്നത്, ആത്മാവിലെ കണ്ണുകൊണ്ട് പിന്നെ നിങ്ങൾ കാണാൻ തുടങ്ങും. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ഇനിയും അങ്ങേ സ്നേഹിക്കണം, ഇനിയും എന്നെ അറിയണം, ആഴമായി 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 ആഴമായി, ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സേവിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സേവിപ്പാൻ വരുന്നു നാഥ, അങ്ങേ കാണുവാൻ വരുന്നു പ്രിയനേ, നിൻ ശബ്ദം കേൾക്കുവാൻ, ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സേവിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സേവിപ്പാൻ. ഹല്ലേലൂയ. ചിലപ്പോൾ ഇങ്ങനെ പാട്ടുകൾ മാത്രം വന്നുകൊണ്ടിരിക്കും. ആത്മാവിൽ ദൈവം ഇങ്ങനെ തരുന്നതാണ്. ഞാനിത് പാടാമെന്ന് വിചാരിച്ച് ഇവിടെ നിൽക്കുന്നതല്ല, നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ പ്രതിസന്ധികളെ നോക്കിയിരുന്ന് നെടുവീർപ്പെടാതെ കർത്താവിലേക്ക് ഓടുക എന്നുള്ളതായിരിക്കണം. പിശാച് നമ്മളെ പിടിച്ച് തളച്ചിടുന്നത് നമ്മുടെ പ്രതിസന്ധികൾ നമ്മുടെ മുന്നിൽ കാണിച്ചിട്ടാണ്. നീ നോക്കിക്കേ, നിൻ്റെ ജീവിതം ഇങ്ങനല്ലേ, നിങ്ങളുടെ മക്കളുടെ ജീവിതം ഇങ്ങനല്ലേ, ഇത്രയും കാലമായിട്ട് ഇവരല്ലേ ആയുള്ളൂ, എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം? നീ ഓക്കെ ആണ്, നീ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഇതുവരെയാണ് നിൻ്റെ ജീവിതം എന്ന് നിങ്ങളോട് പിശാച് പറഞ്ഞു തരുന്നെങ്കിൽ, ഇതിനേക്കാളൊക്കെ മുകളിൽ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വലിയ വിളിയെ നിങ്ങൾ കാണാതെ പോകും. ഹല്ലേലൂയ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. നമ്മുടെ വിളിയെ ഒന്ന് നമ്മൾ നോക്കണം. ആരെ നോക്കണമെന്നാ പറഞ്ഞേ? വിളിയെ നോക്കുവിൻ. നിങ്ങൾ നോക്കിക്കേ, നിങ്ങളുടെ വിളിയെ നോക്കിക്കേ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ നോക്കിക്കേ. എത്രയോ ജ്ഞാനികളും വിവേകികളും പഠിപ്പുള്ളവരും ഈ ലോകത്തിലുണ്ടായിരുന്നിട്ടും ഒന്നുമില്ലാത്തതിനെ, ഏതുമില്ലാത്തതിനെ, ആർക്കും വേണ്ടാത്തതിനെയൊക്കെ എടുത്തോണ്ട് കർത്താവ് ഇവിടെ ഇരുത്തിയിരിക്കുവാൻ.
ഹല്ലേലൂയ. എന്തിനാണ്? ദൈവത്തിന്റെ ജ്ഞാനത്തെ നിറയ്ക്കാൻ. ഹല്ലേലൂയ. എൻ്റെ ജ്ഞാനത്തെ നിറയ്ക്കാൻ നീ മതി. ഹല്ലേലൂയ. ആർക്കും വേണ്ടാത്തത് എനിക്ക് മതി. ഹല്ലേലൂയ. നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:26 വായിച്ചോ സിസ്റ്ററെ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കി. ഫോർ കൺസിഡർ യുവർ കോളിംഗ് ബ്രദേഴ്സ്. ജ്ഞാനികൾ ഏറെയില്ല നിങ്ങളുടെ ഇടയിൽ. ജ്ഞാനികൾ ഏറെയില്ല. നിങ്ങളെ തന്നെ നിങ്ങൾ നോക്കിക്കോ. എത്ര ജ്ഞാനികളുണ്ട്? കൈയുയർത്തി കാണിക്കേ. ലോകത്തിന്റെ ദൃഷ്ടിയിൽ ജ്ഞാനികൾ എന്ന് പറയാവുന്ന ഒരെണ്ണമെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ നോക്കട്ടെ. ഇല്ലല്ലോ. വായിക്കും. ബലവാന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൈയുയർത്തിക്കും. കുലീനം ശ്രേഷ്ഠമാണ് എൻ്റെ കുടുംബം എന്നൊക്കെ പറയാനുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ പോഷത്വമായതിനെ തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. എന്തിനാണെന്ന 29 വാക്യം. ദൈവസന്നിധിയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ. നമ്മളെ നോക്കിയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഞാൻ ജ്ഞാനി ആയതുകൊണ്ട് ദൈവം എന്നെ വിളിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഞാൻ കുലീനനായതുകൊണ്ട് ദൈവം എന്നെ വിളിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞാൻ ബലവാനായതുകൊണ്ട് ദൈവം എന്നെ വിളിച്ചതാ. അല്ല അല്ലേ? അപ്പോൾ നിങ്ങൾ ഇതൊന്നും അല്ല, ഞാനും അല്ല. ഇതൊന്നും അല്ലാത്ത എന്നെയും നിങ്ങളെയും ദൈവം വിളിച്ചു. എന്താ കർത്താവേ അങ്ങനെ വിളിച്ചേ? എന്താ അങ്ങനെ വിളിച്ചേ? ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ. ജ്ഞാനിയെ ലജ്ജിപ്പിക്കാൻ ഒരു പോഷൻ എങ്ങോട്ട് വിളിച്ചിറക്കി. ഹല്ലേലൂയ. ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, വാ, മീനല്ലേ പിടിച്ചോണ്ടിരുന്ന, വാ മനുഷ്യനെ പിടിക്കാം. ബലമുള്ളത് ഇവിടെ നിൽപ്പുണ്ട്, ജ്ഞാനി നിൽപ്പുണ്ട്, താർക്കികൻ നിൽപ്പുണ്ട്, എല്ലാം പഠിച്ച് തികഞ്ഞ ന്യായശാസ്ത്രിമാരും പരീക്ഷന്മാരും നിൽപ്പുണ്ട്. അവർ വന്നേ നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ, എല്ലാം അറിയാം, വന്നേ എൻ്റെ ശിഷ്യരാവെന്ന് വിളിച്ചോ? ഇല്ലല്ലോ. ആർക്കും വേണ്ടാത്തതിനെ, ഏതുമില്ലാത്തതിനെ, പാപിയാണ് കർത്താവ് എന്നെ വിട്ട് പോണേന്ന് പറഞ്ഞവനെ വിളിച്ചോണ്ട് വന്നിട്ട് പറഞ്ഞു, നീ മതി, നിങ്ങൾ മതി. ഹല്ലേലൂയ. യു ആർ എനഫ് ഫോർ മീ. നീ മതി. ജ്ഞാനമുള്ളതിൽ ലജ്ജിപ്പിപ്പാൻ നീ മതി. പിശാചിനെ ഞാൻ ആരെന്ന് വെളിപ്പെടുത്താൻ നീ മതി. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപത്തിൽ കിടക്കുന്നവനെ പിടിച്ചു കയറ്റാൻ നീ മതി. ഇരുട്ടിൽ കിടക്കുന്നവന് വെളിച്ചം കൊടുക്കാൻ നീ മതി. ഹല്ലേലൂയ. യോഗ്യനായതുകൊണ്ടല്ല, ഞാൻ യോഗ്യനായതുകൊണ്ട്. നിന്റെ യോഗ്യത എനിക്ക് ആവശ്യമില്ല. ഹല്ലേലൂയ. യോഗ്യനേശുവേ, നീ നല്ലവൻ, ഓ യോഗ്യനേശുവേ, നീ നല്ലവൻ, എൻ്റെ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. എൻ്റെ രക്ഷയായ ദൈവം, എന്നുയർച്ചയായ ദൈവം, നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. നിൻ സൗമ്യത എന്നെ വലിയവനാക്കി. നിൻ ശ്രേഷ്ഠത എന്നെ ഉന്നതനാക്കി. ഹല്ലേലൂയ. യേശുവിൻ്റെ ശ്രേഷ്ഠത നിമിത്തമാണ് ഞാൻ ഉന്നതനായത്. യേശുവിൻ്റെ സൗമ്യത നിമിത്തമാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഹല്ലേലൂയ. അതാണ് കൃപയെ എന്ന് പാട്ടുകാരൻ പാടുന്നത്. ആ പാട്ടുകൂടെ തുടങ്ങിയപ്പോൾ തീരത്തില്ല. വർണ്ണിപ്പാൻ അസാധ്യം. ഹല്ലേലൂയ. അസാധ്യം. 1000 നാവുകളുണ്ടെങ്കിൽ പോലും
ദൈവത്തിൻ്റെ കൃപയും സ്നേഹത്തെയും നമുക്ക് വർണ്ണിച്ച് തീർക്കാനായിട്ട് കഴിയുകയില്ല. 1000 നാക്കും തന്ന് ഈ ഒരു ജീവിതവും നിങ്ങൾക്ക് തന്നാലും ആ കൃപയെ സ്നേഹത്തെ നിങ്ങൾക്ക് വർണ്ണിച്ച് തീർക്കാനായിട്ട് കഴിയുകയില്ല. അത്രമേൽ കർത്താവ് നമ്മളെ അങ്ങ് സ്നേഹിക്കുക. ഒന്നിനും കൊള്ളാത്ത നമ്മളെ വിളിച്ചിട്ട് സ്നേഹിക്കുവാണ് ദൈവം. എന്നിട്ട് പറയുന്നു, മോനെ നീ മതി, മോളെ നീ മതി, എനിക്ക് എൻ്റെ കൂടെ നീ നിൽക്കാമെങ്കിൽ നിന്നെ കൊണ്ടൊരു ജനതയെ ഞാൻ വിടുവിക്കും, നിന്നെ കൊണ്ടൊരു ദേശത്തെ ഞാൻ വിടുവിക്കും, നിന്നെ കൊണ്ട് രാജ്യങ്ങളെ വിടുവിക്കാൻ എനിക്ക് പ്ലാനുണ്ട്. ഹല്ലേലൂയ. നീ എൻ്റെ കൂടെ നിൽക്കാമോ എന്നുള്ള ചോദ്യം. ഹല്ലേലൂയ. ഈ വചനം നിങ്ങൾ മറന്നു പോകരുത്. ജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ദൈവം നിങ്ങളെയും എന്നെയും തിരഞ്ഞെടുത്തിരിക്കുന്നു. ജ്ഞാനം ഇല്ലല്ലേ? ഏത് ജ്ഞാനം തരും പറഞ്ഞേ? ദൈവിക ജ്ഞാനം നിറയ്ക്കും. ആ ജ്ഞാനത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്, വേറെ ഒന്നും എനിക്കില്ല. ദൈവിക ജ്ഞാനം നിങ്ങളിലേക്ക് നിറയും. ഹല്ലേലൂയ. ഈ പുതിയ വർഷത്തിൽ, ഈ പുതിയൊരു സീസണിലേക്ക് നമ്മൾ കയറുമ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുക, ദൈവിക ജ്ഞാനം എന്നിൽ നിറയട്ടെ കർത്താവേ. ഈ ലോകത്തിൻ്റെ ജ്ഞാനമല്ല, ഈ ലോകത്തിലെ പ്രഭുക്കന്മാരുടെ ജ്ഞാനമല്ല, അവർക്ക് ഇതൊന്നും അറിയില്ല. ദൈവത്തിൻ്റെ ജ്ഞാനം മർമ്മമായി പ്രസ്താവിക്കുവാൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജ്ഞാനം എനിക്ക് വിളിച്ചു പറയണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യും അടുത്ത ആഴ്ച. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ എനിക്ക് ദൈവിക ജ്ഞാനം പറഞ്ഞാൽ മതി, ദൈവിക ജ്ഞാനം പറയണം. ഹല്ലേലൂയ. ഈ ദൈവത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം, ഈ പരിശുദ്ധാത്മാവിലൂടെ നോളജ് ആൻഡ് വിസ്ഡം അണ്ടർസ്റ്റാൻഡിങ്ങിലെല്ലാം എൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ എനിക്കത് സംസാരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അങ്ങനെ ഞാൻ ആഗ്രഹിക്കുന്നവരെല്ലാം അതാത് സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിന്നേ. ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവമാണ് നിങ്ങൾക്കത് തരേണ്ടത്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ. പറയാമോ ഇപ്പോൾ കർത്താവിനോട്? കർത്താവേ, ജ്ഞാനത്തിൻ്റെ ആത്മാവാണ് എൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ്. പറഞ്ഞേ, ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. എനിക്ക് ദൈവത്തിൽ നിന്ന് ദൈവം തരുന്ന കാര്യങ്ങളെ അറിയുവാൻ ദൈവീക ജ്ഞാനം പകരണേ. പറഞ്ഞേ, ദൈവീക ജ്ഞാനം പകരണേ. ഇപ്പോൾ നിങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവ് കണ്ടുകൊണ്ടിരിക്കുക. എത്ര പേരാണോ അങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നത്, അവരിലേക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവ് ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങാനായിട്ട് പോവുക. ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഡിവൈൻ വിസ്ഡം നിങ്ങളുടെ മേലിൽ നിന്ന് പ്രവർത്തിച്ചു തുടങ്ങാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിച്ചു. യൂട്യൂബിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരും പ്രാർത്ഥിച്ചു ഇപ്പോൾ. ഹല്ലേലൂയ. ദൈവീക ജ്ഞാനം ദൈവം നിങ്ങൾക്ക് തുറന്നു തരുവാനായിട്ട് പോകും. ഹല്ലേലൂയ. ദൈവികമായ മിസ്റ്ററികൾ, രഹസ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവം തുറന്നു തരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, എന്നോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും മേൽ പരിശുദ്ധാത്മാവ് അധികമായി പകരണമേ. ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്നും ചിന്തിക്കുവാനും കാര്യങ്ങൾ തീരുമാനിക്കാനും പ്രിയ മക്കളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവീകമായി ഞാൻ അവരിലേക്ക് നിറയപ്പെടട്ടെ കർത്താവേ. അതിൻ്റെ വാതിലുകൾ ഓപ്പൺ ആകട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തോട് ഇടപെടണം. ലോകത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളും ആ ഹൃദയത്തിനകത്തുനിന്ന് മാറട്ടെ കർത്താവ്. ദൈവീക ജ്ഞാനം, ദൈവീകമായ അഗ്നി ആ ഹൃദയത്തിൽ കത്തട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നന്ദി യേശുവേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവേ, നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഓരോ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരം അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടാട്ടെ. താങ്ക് യു ലോർഡ് ജീസസ്. നന്ദി കർത്താവേ. നന്ദി കർത്താവേ.